ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിനകത്തെ ചാപ്റ്റർ നമ്പർ 9 ആയ സ്ട്രേറ്റ് ലൈൻസിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്ട്രേറ്റ് ലൈൻസിനകത്ത് ബേസിക്കലി നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പഠിക്കുന്നത് എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്താണ് പഠിക്കുന്നത് അല്ലേ? സ്ലോപ്പ് എന്തൊക്കെ കേസാണ്? 2 പോയിന്റ്സ് വരുന്ന കേസ് കാണും, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസിന്റെ കേസ് കാണും, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസിന്റെ കേസ് കാണും. ഇനി അടുത്തതോ ഇക്വേഷൻ ഓഫ് എ ലൈൻ, ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. എങ്ങനെ? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസിന്റെ ചോദിക്കാം, പോയിന്റ് സ്ലോപ്പ് ഫോമിലുള്ളത് ചോദിക്കാം, 2 പോയിന്റ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞ് ഫോമിൽ നമുക്ക് ഇക്വേഷൻ, ലൈനിന്റെ ഇക്വേഷൻ ചോദിക്കാം. ഇത് കൂടാതെ എന്താ ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുകൂടാതെ ഡിസ്റ്റൻസ് ഫോർമുലയുടെ കേസ് തന്നെ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും നമുക്ക് വരാറുണ്ട്. ഇനി നമുക്ക് അതിൽ പ്രീവിയസ് ഇയറിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഈ PDF ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് എടുത്ത് നോക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നേക്കുന്നത് നോക്കിയാലോ? തണ്ട് ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നേക്കുന്നത് എന്താണ്? സ്ട്രേറ്റ് ലൈൻ മേക്സ് ആംഗിൾ തന്നിട്ടുണ്ട്. അതുകൂടാതെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിലാണെന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനും അതുകൂടാതെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുമാണ് ചോദിച്ചേക്കുന്നത്. ഇനി അതുകൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ തന്നു, അത് കഴിഞ്ഞിട്ട് എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു, അതുകൂടാതെ സ്ലോപ്പും ചോദിച്ചിട്ടുണ്ട്. ഇനിയോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. എവിടെ നിന്ന് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 1, 3 എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മേളിൽ പറഞ്ഞിരിക്കുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കേസ് നോക്കിക്കേ, സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ഇക്വേഷൻ ഫോം എന്നിട്ട് അതുകൂടാതെ താഴെ സെക്കൻഡ് വന്നേക്കുന്നത് എന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് എബവ് മേൽ തന്നിരിക്കുന്ന ലൈനിലോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഹാവിംഗ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3 വരുന്ന ലൈൻ ഏതാന്ന് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, അടുത്തതോ സ്ലോപ്പ് ഓഫ് ദി ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു, അതിലൂടെ പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനോ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, -3 ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ L. അപ്പോൾ മേലിൽ പറഞ്ഞിരിക്കുന്ന L എന്ന് പറഞ്ഞ ലൈനിലോട് പെർപെൻഡിക്കുലർ ആയിട്ടും 2, -3 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടെയും താണ്ടെ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്, കൂടാതെ പറഞ്ഞേക്കുന്നത് എന്താണ്? കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ് ഓൺ ദി കോർഡിനേറ്റ് ആക്സിസ് എന്നും തന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന ലൈനിനകത്തുനിന്നും -3, 2 എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദിച്ചേക്കുന്നത്. അടുത്ത ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സ് കൊലീനിയർ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. അതുകൂടാതെ അടുത്ത ബി പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് -2, 3 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ, കൂടാതെ ആ ലൈനിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? -4 ആണ് അതിന്റെ സ്ലോപ്പ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യനകത്ത് എന്താ പറയുന്നത്? നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്, A, B എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് പാസ് ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിച്ചേക്കുന്നത് എന്താ? എയും ബിയും പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ ചോദിച്ചേക്കുന്നു. മേളിൽ പറഞ്ഞിരിക്കുന്ന ഈ ലൈനും 3, 1 എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് അടുത്ത് ചോദിച്ചേക്കുന്നത്. അതുകൂടാതെ മേളിൽ പറയുന്ന ലൈനിന്റെ സ്ലോപ്പിനോട് മേൽ പറയുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഏതാണോ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടാണ് പറയുന്നത്. ഇനി ഈ ക്വസ്റ്റ്യനകത്ത് നോക്കിയേ, നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, കൂടാതെ നമ്മളോട് പറയാണ് 1, 2 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനും എന്നാൽ ഈ തന്നിരിക്കുന്ന ലൈനിനോട് പാരലൽ ആയിട്ട് നിൽക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. പിന്നെ ചോദിക്കുകയാണ് ഈ തന്നിരിക്കുന്ന 2 പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചേക്കാണ്, രണ്ടാമത്തേത്. ഇനി അടുത്തതോ, ഈ ലൈനിനോട് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. ഈ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത് ഇതിൽ ഏത് ലൈൻ ആണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായി നോക്കുന്ന ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ അതേപടി ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.